നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് ഒരു സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ, ഇപ്പം ഇവിടെ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ ഒരു ചാർജ് ഇരിക്കുവാണെങ്കിൽ അതുമൂലം കുറച്ച് ദൂരെയായിട്ട് പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? അതിന്റെ ഇക്വേഷൻ നമുക്ക് എത്ര കിട്ടിയത്? 1/4 epsilon 0 q by r. V is equal to 1/4 epsilon 0 q by r. ഇതായിരുന്നു പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് ഇരിക്കുകയാണെങ്കിൽ അതുമൂലം ഒരു ആർ ഡിസ്റ്റൻസ് മാറി. ഇവിടെയാണ് പോയിന്റ് പി എങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് ആണ് എന്ത്? ആർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആർ ഡിസ്റ്റൻസ് മാറി ഇരിക്കുന്ന ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ പറഞ്ഞു. ഇലക്ട്രിക് ഡൈപോൾ ഇരിക്കുമ്പോഴേക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്താണ്? നമ്മളത് ചെയ്തത് ആക്സിയലിനും ഇക്വറ്റോറിയലിനും സെപ്പറേറ്റ് ഇക്വേഷൻ ആയിട്ടല്ല, ഒരു സിംഗിൾ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായിരുന്നു നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഇപ്പം ഇതാണ് ഡൈപോള്. ഓക്കെ, ഇവിടെ പ്ലസ് ക്യൂ ചാർജ്, ഇവിടെ മൈനസ് ക്യൂ ചാർജ്. ഇത് ഡൈപോള് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. അപ്പം ഡൈപോളിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് മാറിയുള്ള ഒരു പോയിന്റ് പി, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്. അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ പ്ലസ് ക്യൂ ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യലും കണ്ടുപിടിക്കും, ദെൻ മൈനസ് ക്യൂ ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യലും കണ്ടുപിടിക്കും. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 1/4 epsilon 0 p cos theta by r square ആയിരുന്നു. ഇതായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കുവാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. v is equal to 1/4 epsilon 0 p cos theta by r square. ഇതായിരുന്നു ഇക്വേഷൻ. ഇനി നമ്മളിവിടെ ഡൈപോളിന്റെ പ്രോബ്ലം ചെയ്തപ്പോഴേക്കും ആക്സിയലോ ഇക്വറ്റോറിയലോ ഒന്നും എടുത്തല്ലേ നമ്മൾ ചെയ്തത്. അപ്പൊ ഇൻ കേസ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്ന പി എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ ആക്സിയൽ ലൈനിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇതാണ് ഡൈപോൾ എങ്കിൽ ഡൈപോളിൽ നിന്ന് ഒരു പി പോയിന്റ് ആർ ഡിസ്റ്റൻസ് മാറിയാണ് പി ഇരിക്കുന്ന പോയിന്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ തീറ്റ എത്ര വരും? തീറ്റ 0 വരും. കാരണം അത് ആക്സിയൽ ലൈനിലല്ലേ ഇരിക്കുന്നത്. ഇതാണ് ഡൈപോള്, ഇതേ ലൈനിൽ തന്നെയാണ് പി പോയിന്റ് ഇരിക്കുന്നത്. തീറ്റ ഇസ് ഈക്വൽ ടു എന്താ? 0. കോസ് 0 എത്രയാ? കോസ് 0 1 ആണ്. കോസ് 0 1. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/4 epsilon 0 p cos തീറ്റ cos 0 1. അപ്പൊ അതങ്ങ് പോയി. പിന്നെ ബൈ ആർ സ്ക്വയർ. ഇതാണ് ആക്സിയൽ ലൈനിലെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആക്സിയലിലുള്ള ഇക്വേഷൻ. ഇനി ഇക്വറ്റോറിയലിലേക്ക് വരുവാണെങ്കിലോ? ഇക്വറ്റോറിയൽ വരുവാണെങ്കിൽ എന്തായിരിക്കും? ഡൈപോളിന് കറക്റ്റ് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അല്ലേ വരുന്നത്. അപ്പൊ പി കോസ് തീറ്റ കോസ് 90 എത്രയാണ്? 0. കോസ് 90 0 ആകുമ്പോൾ 1/4 epsilon 0 p by r square into 0. 0 ആകുമ്പോഴേക്കും ഫൈനൽ ആൻസർ എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ 0. അപ്പൊ ആക്സിയൽ ലൈനിലാണെങ്കിൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ v is equal to 1/4 epsilon 0 p by r square. ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ v is equal to 0. ഈ ഡെറിവേഷനും ആ ഡെറിവേഷനിൽ നിന്ന് വി പാർട്ടായിട്ട് ഈ സബ് കേസുകൾ, അതായത് ആക്സിയൽ ലൈനിലെ വാല്യൂ എത്രയാണ്, ഇക്വറ്റോറിയൽ ലൈനിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയാണ്, ഈ രണ്ട് സബ് കേസുകളും അടക്കം ചോദിക്കാറുണ്ട്. 4 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെറിവേഷൻ ആണിത്. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. ഓക്കെ, ഒരു ചാർജ് അല്ല, 2 ചാർജ് അല്ല, 3 ചാർജ് അല്ല, ഒരു സിസ്റ്റം ഓഫ് ചാർജസ് മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പം ഒരു പോയിന്റ് പി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് പോയിന്റ് പി. അപ്പം ഇവിടെ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് മാറി
Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. R ഡിസ്റ്റൻസ് മാറി Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഇവിടെ നിന്ന് വേറൊരു R ഡിസ്റ്റൻസ് മാറി Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോ ഇവിടെയും 6 ഇവിടെ 6 അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, രണ്ടും ഒരുപോലെ ആയി പോയില്ലേ. Pയിൽ നിന്നും Q1 എത്ര ദൂരെയാണോ ഇരിക്കുന്നത് അതിന് ഞാൻ R1 എന്ന് കൊടുക്കുവാണ്. Q2 എത്ര ദൂരെയാണോ ഇരിക്കുന്നത് ആ ഡിസ്റ്റൻസ് ഞാൻ R2 എന്ന് കൊടുക്കുവാണ്. ഇനി ഒരു R3 ഡിസ്റ്റൻസ് മാറിയിട്ട് Q3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇരിക്കുവാണ്. ദെൻ ഒരു R4 ഡിസ്റ്റൻസ് മാറിയിട്ട് Q4 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇരിക്കുവാണ്. അങ്ങനെ ഒരു n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ Rn ഡിസ്റ്റൻസ് മാറിയിട്ട് Qn ഇരിക്കുവാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു Q1 എന്ന് പറയുന്ന ചാർജ് ഉണ്ട്, ഇവിടെ ഒരു Q2 എന്ന് പറയുന്ന ചാർജ് ഉണ്ട്, ഇവിടെ ഒരു Q3 എന്ന് പറയുന്ന ചാർജ് ഉണ്ട്, ഇവിടെ Q4 ഉണ്ട്, ദെൻ Q5 Q6 എക്സെട്ര അപ് ടു Qn ചാർജസ് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഇവരെല്ലാരും മൂലം ഈ പോയിന്റിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. അപ്പൊ അത് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ ഞാൻ V എന്ന് കൊടുക്കുവാണ്. ഓക്കെ, V ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഈ P എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. ഇത് Q1 എന്ന് പറയുന്ന ചാർജ്. Q1 എന്ന് പറയുന്ന ചാർജ് മൂലം Pയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ ഞാൻ V1 എന്ന് കൊടുക്കുവാണ്. V1ന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊരു പോയിന്റ് ചാർജ് അല്ലേ Q1. ഇത് മൂലം ഒരു R1 ഡിസ്റ്റൻസ് ദൂരെ മാറി ഒരു പോയിന്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്. ഇവിടെ ഒരു പോയിന്റ് ഇരിക്കുന്നു, അതിൽ നിന്നും R1 ഡിസ്റ്റൻസ് മാറി എന്തുണ്ട്? R1 ഡിസ്റ്റൻസ് മാറി P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇരിക്കുന്നു. ഈ ഒരു പോയിന്റ് ചാർജ് മൂലം Pയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് തന്നെയല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ V1 ഈസ് ഈക്വൽ ടു 1/4πε0, ചാർജിന്റെ പേരെന്താണ്? Q1 ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് എന്താണ്? R1. ഓക്കെ, ഇനി V2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ Q2 എന്ന് പറയുന്ന ചാർജ് മൂലം Pയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അത് എത്ര വരും? 1/4πε0 Q2/R2 എന്ന് ഞാൻ എടുക്കും. ഓക്കെ, V3 ആണെങ്കിലോ 1/4πε0 ഇത്രയും കൂടെ എഴുതാം. V3 ഈസ് ഈക്വൽ ടു, അതായത് ഈ Q3 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ മൂലം Pയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് 1/4πε0 ചാർജിന്റെ പേര് Q3 ഡിവൈഡഡ് ബൈ R3. ഓക്കെ, ഇങ്ങനെ അങ്ങ് പോകും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ V എന്ന് പറയുന്നത് എന്തായിരിക്കും? V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് എക്സെട്ര അപ് ടു Vn. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്കെയിലർ ആണോ വെക്ടർ ആണോ? സ്കെയിലർ ക്വാണ്ടിറ്റി ആണല്ലേ. അപ്പൊ സ്കെയിലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം V1 എത്രയാണ്? 1/4πε0 Q1/R1 പ്ലസ് V2 എത്രയാണ്? 1/4πε0 Q2/R2 പ്ലസ് എക്സെട്ര അപ് ടു 1/4πε0 Q1/Rn. എനിക്ക് എഴുതാലോ ഇങ്ങനെ. ഇനി ഇതിന്റെ അകത്ത് എല്ലാം കോമൺ ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ, ആരാണ്? 1/4πε0 അല്ലേ. അതിനെ ഞാൻ അങ്ങോട്ട് പുറത്തെടുത്തു. അപ്പൊ 1/4πε0 അകത്താറുണ്ട്? Q1/R1 പ്ലസ് Q2/R2 പ്ലസ് എക്സെട്ര അപ് ടു Qn/Rn. ഓക്കെ, അപ്പോ ഒരു പോയിന്റ് ചാർജ് മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്തായിരുന്നു? V is equal to 1/4πε0 Q/R2 ആയിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സിസ്റ്റം ഓഫ് ചാർജസ് വന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്തായി? 1/4πε0 Q1/R1 പ്ലസ് Q2/R2 പ്ലസ് എക്സെട്ര അപ് ടു Qn/Rn. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. ഇനി നമ്മള് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെല്ല് പഠിക്കാൻ പോകും. ഓക്കെ, ഒരു സ്പെറിക്കൽ ഷെല്ല് ഇങ്ങനെ ഇരിക്കുവാണ്. അതിന്റെ നടുക്ക് എന്തുണ്ട്? നടുക്കൊരു പോയിന്റ് ചാർജ് പ്ലസ് Q ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവിടെ ഈ ഒരു പോയിന്റ് P എന്ന് ഞാൻ കൊടുക്കും. P എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? ദെൻ കുറച്ചുകൂടി ദൂരെ മാറിയിട്ടൊരു അതിന് ഞാൻ S എന്ന് കൊടുക്കുക. ഈ S എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ പ്ലസ് Q ഇതൊരു സ്പിയർ ആണ്. സ്പിയറിന്റെ നടുക്കാരിക്കൊണ്ട് ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. അപ്പൊ സ്പിയറിന്റെ സെന്ററിൽ നിന്ന് ഇത് സ്പിയറിന്റെ സർഫസ് ആണല്ലോ. സർഫസ് വരെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ റേഡിയസ്. അത് ഞാൻ ക്യാപിറ്റൽ R കൊടുത്തു. ദെൻ ഈ സെന്ററിൽ നിന്ന്
ദൂരെ മാറിയിട്ടാണല്ലോ നമ്മുടെ എസ് എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത്. അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ സ്മോൾ ആർ എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഒന്ന് പറയാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അറ്റ് എസ്സില് പ്ലസ് ക്യൂ മൂലമുള്ള പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ വി ഇസ് ഈക്വൽ ടു എന്തെഴുതാം? 1/4πε0 Q/r അല്ലേ? ഈ ആർ എന്ന് പറയുന്ന ഈ എസ് എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഇരിക്കുന്നത്? ഈ സ്പിയറിന്റെ പുറത്തല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എന്തെന്ന് പറയാം? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഔട്ട്സൈഡ് ദി ഷെൽ അല്ലെ? ഈ സ്പെറിക്കൽ ഷെല്ലിന് പുറത്തുള്ള ഒരു പോയിന്റിലാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നതെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് എന്ത്? ഈസ് ഈക്വൽ ടു 1/4πε0 Q/r. സ്മോൾ ലെറ്റർ ആറിന്റെ അർത്ഥം എന്താണ്? ഈ സെൻട്രൽ നിന്ന് എസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഈ എസ് എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്ന എവിടെയാണ്? പുറത്താണല്ലോ. ഓക്കെ, ഇനി ഓൺ ദ സർഫസിലാണ് ഉള്ള പോയിന്റിലാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഷെല്ലിന്റെ ഓൺ ദ സർഫസിലുള്ള പോയിന്റിലാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അതായത് ഈ സർഫസിലാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? വി ഇസ് ഈക്വൽ ടു 1/4πε0 Q/ ഈ സെൻട്രൽ ചാർജിൽ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് എന്താണ്? ക്യാപിറ്റൽ ആർ അല്ലേ? ഓക്കെ, അപ്പൊ ഓൺ ദ സർഫസിൽ വരുമ്പോൾ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താണ്? വി ഇസ് ഈക്വൽ ടു 1/4πε0 Q/r. പുറത്തായിരുന്നെങ്കിലോ? Q/സ്മോൾ ലെറ്റർ ആർ. വ്യത്യാസം കണ്ടോ? ഇനി ഇൻസൈഡ് ദ ഷെൽ എത്രയാന്ന് നോക്കാം. അപ്പോഴേ നമ്മള് ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മളൊരു പോയിന്റ് ചാർജിനെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ ആണ് അല്ലെ പൊട്ടൻഷ്യൽ. അപ്പൊ എസ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഈ പ്ലസ് ക്യൂ ചാർജ് മൂലം അങ്ങോട്ടേക്ക് ഒരു പോയിന്റ് ചാർജിന് ഇങ്ങോട്ടേക്ക് ആരെങ്കിലും ഞാൻ കൊണ്ടുവരുവാണെങ്കിൽ ഇതുമൂലം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മൾ ആദ്യം ഔട്ട്സൈഡ് ദ ഷെല്ലിൽ കണ്ടുപിടിച്ചത്. ഓൺ ദ സർഫസ് ആകുമ്പോൾ 1/4πε0 Q/R ആണ് ഓൺ ദ സർഫസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ. ഇനി ഈ ഷെല്ലിന്റെ അകത്തേക്ക് ഒരാളെ കൊണ്ടുവരാൻ വേണ്ട പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അകത്തേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്കാണ് അല്ലേ? അപ്പം നമ്മള് സ്പെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇലക്ട്രിക് ഫീൽഡ് ഗോസ് ലോ വെച്ച് നമ്മൾ പഠിച്ചപ്പോഴേക്കും എന്താ പറഞ്ഞത്? ഒരു സ്പെറിക്കൽ ഒരു എൻക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ സ്പെറിക്കൽ ഷെല്ലിന്റെ ഇൻസൈഡ് ദ ഷെല്ലിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തതാണ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇങ്ങനെ പുറത്തേക്ക് ആക്ട് ചെയ്യും അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാ? നോർമൽ ടു ദ സർഫസ് അല്ലേ? അപ്പൊ ഇതിങ്ങനെ പുറത്തേക്ക് ആക്ട് ചെയ്യേണ്ടതാണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ പുറത്തേക്ക് ആരെങ്കിലും ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ ഈ പൊട്ടൻഷ്യലിനെ പിടിച്ച് തള്ളാനൊന്നും ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ സർഫസിലേക്ക് കൊണ്ടുവരാൻ എത്ര പൊട്ടൻഷ്യൽ ആണോ എടുക്കുന്നത് ആ സെയിം വാല്യൂ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടു. അല്ലാതെ ഒരു എക്സ്ട്രാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. ഇവിടെ ഈ പുറത്ത് നിൽക്കുന്ന ഒരാളെ പിടിച്ചു വലിച്ച് ഈ സർഫസിലോട്ട് കൊണ്ടുവരാൻ എടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണോ അത്ര വാല്യൂ തന്നെ അകത്തേക്ക് കൊണ്ടുവരാൻ എടുക്കുന്നുള്ളൂ. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു എക്സ്ട്രാ വർക്ക് ഒന്നും അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടം വരെ കൊണ്ടുവരാൻ ചെയ്ത പൊട്ടൻഷ്യൽ എത്രയാണോ അത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. സോ ഇൻസൈഡ് ദ ഷെല്ലും പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 Q/R തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ അങ്ങനെ അല്ല പഠിച്ചത്. ഓൺ ദ സർഫസിൽ ഒരു വാല്യൂ, ഔട്ട്സൈഡ് ദ ഷെല്ലിൽ വേറെ വാല്യൂ ആണ്, ഇൻസൈഡ് 0 ആണ്. പക്ഷെ പൊട്ടൻഷ്യൽ അങ്ങനെയല്ല. ഓൺ ദ സർഫസിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയാണോ അത് തന്നെയായിരിക്കും ഇൻസൈഡ് ദ ഷെല്ലിലും പൊട്ടൻഷ്യലിന്റെ വാല്യൂ. ഓക്കെ, ഔട്ട്സൈഡിൽ മാത്രമേ R മാറി R ആവുന്നുള്ളൂ.